നമ്മൾ നോക്കാൻ പോകുന്നത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് ഫോർ കോവിഡ് ആൻഡ് ടി ബി എന്ന് പറയുന്ന പോയിന്റാണ്. ബൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നാണ്. അതായത് ബൈ ഡയറക്ഷണൽ എന്ന് പറയുമ്പോൾ രണ്ട് സൈഡ് ഡയറക്ഷനിൽ വെക്കും. അതായത് കോവിഡ് ഉള്ളവരെ ടി ബി പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതും ടി ബി ഉള്ളവരെ കോവിഡ് പരിശോധനയ്ക്ക് വിധേയമാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ മെയിൻ കൺസെപ്റ്റ്. അതായത് കോവിഡ് ഉള്ളവരിൽ ടി ബി വരാനുള്ള പ്രിവലൻസ് 0.37 മുതൽ 4.47% വരെയാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ കോവിഡ് സമയത്ത് ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് നടത്തിയിരുന്നത്. അതുപോലെ തന്നെ കോവിഡ് സമയത്ത് 26% ടി ബി കേസുകളുടെ നോട്ടിഫിക്കേഷൻ റേറ്റ് കുറവായിരുന്നു. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് പോയിന്റ് എന്ന് പറഞ്ഞാൽ ടി ബി ഇൻഫെക്ഷൻ ഓൾറെഡി ഉള്ളവർ, അത് ലേറ്റന്റ് ടി ബി ഇൻഫെക്ഷൻ ആവാം, ആക്റ്റീവ് ടി ബി ഇൻഫെക്ഷൻ ആകാം, എന്ത് തരം ടി ബി ഇൻഫെക്ഷൻ ആയാലും ആ ഇൻഫെക്ഷൻ ഓൾറെഡി ഉള്ള ഒരാൾക്ക് കോവിഡ് വന്നു കഴിഞ്ഞാൽ ആ കോവിഡ് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ്ങിൻ്റെ ആവശ്യകത ഇതൊക്കെയാണ്. ഇനി കേസ് ഫൈൻഡിങ് എങ്ങനെയാണ് നടത്തിയിരുന്നത് എന്നുള്ളതാണ്. അതായത് ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് ആയിരുന്നു. ആദ്യം കേസ് ഫൈൻഡിങ് 3 തരം ഉണ്ടെന്ന് മനസ്സിലാക്കണം. ആക്റ്റീവ് കേസ് ഫൈൻഡിങ്, പാസീവ് കേസ് ഫൈൻഡിങ്, ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ്. ആക്റ്റീവ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആരോഗ്യ പ്രവർത്തകർ ആക്റ്റീവായിട്ട് നിന്ന് ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് സിമ്പിളായിട്ട് പറയാം. അതായത് നമ്മൾ തന്നെ മുന്നിട്ടിറങ്ങി പേഷ്യൻസിൻ്റെ രോഗലക്ഷണങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി കണ്ടെത്തുന്ന രോഗികളെ, അങ്ങനത്തെ കേസ് ഫൈൻഡിങ് ആണ് ആക്റ്റീവ് കേസ് ഫൈൻഡിങ്. പാസീവ് കേസ് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ നമ്മളോട് പേഷ്യൻസ് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർ വന്നിട്ട് എനിക്ക് ഇന്നപോലെ ബുദ്ധിമുട്ടുകളുണ്ട്, അതെന്തെങ്കിലും രോഗലക്ഷണങ്ങളാണോ എന്ന് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ കണ്ടെത്തി കൊടുക്കുന്നതാണ് പാസീവ് കേസ് ഫൈൻഡിങ്. അത് നമ്മൾ ആക്റ്റീവായിട്ട് വർക്ക് ചെയ്തിട്ടല്ല, പേഷ്യൻസ് നേരിട്ട് നമ്മളോട് വന്നിട്ടാണ് പാസീവ് കേസ് ഫൈൻഡിങ് നടത്തുന്നത്. പിന്നെ ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് എന്ന് പറഞ്ഞാൽ ഇതും ആരോഗ്യ പ്രവർത്തകർ തന്നെ നടത്തുന്നതാണ്. പക്ഷേ ഇത് ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള ഗ്രൂപ്പ്സുകളിൽ, അതായത് ഇപ്പോൾ ടി ബിയുടെ കേസാണെങ്കിൽ ടി ബി ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുള്ളവരെ നമ്മൾ കുറച്ചൊന്ന് ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ട് അവരിൽ മാത്രം നടത്തുന്ന കേസ് ഫൈൻഡിങ് ആണ് ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ്. ഇവിടെ ഈ പറയുന്ന പോലെ കോവിഡ് ഉള്ളവരെ ടി ബി ഉണ്ടോ എന്ന് നോക്കുന്നതും ടി ബി ഉള്ളവരെ കോവിഡ് ഉണ്ടോ എന്ന് നോക്കുന്നതും ഒരു പ്രത്യേക പോപ്പുലേഷൻ മാത്രമാണല്ലോ. അതുകൊണ്ടാണ് ഇത്തരം കേസ് ഫൈൻഡിങ്ങിന് നമ്മൾ ഇൻറ്റൻസിഫൈഡ് കേസ് ഫൈൻഡിങ് എന്ന വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ്ങിൽ ടി ബി പേഷ്യൻസിന് കോവിഡ് ഉണ്ടോ എന്ന് സ്ക്രീൻ ചെയ്യുന്ന ചില ഘട്ടങ്ങൾ പറയാം. ഇപ്പോൾ ഒരു ടി ബി പേഷ്യൻ്റ് നമ്മുടെ മുന്നിൽ വരികയാണ്. അദ്ദേഹത്തെ നമ്മൾ കോവിഡ് ടെസ്റ്റ് ചെയ്യണം. കോവിഡ് ടെസ്റ്റ് ചെയ്യുമ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ 2 ട്രീറ്റ്മെൻറ്റും സിമ്പിളാണ്, കോമൺ സെൻസ് ഉപയോഗിച്ചാൽ മതി. പോസിറ്റീവ് ആണെങ്കിൽ 2 ട്രീറ്റ്മെൻറ്റ് നടത്തണം. ഇപ്പോൾ ഒരാൾക്ക് ടി ബി ഉണ്ട്, കോവിഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 2 ട്രീറ്റ്മെൻറ്റ് ചെയ്തല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഒരേ സമയം 2 ട്രീറ്റ്മെൻറ്റും ചെയ്യണം. നെഗറ്റീവ് ആണെങ്കിൽ ടി ബി ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യണം. കോവിഡ് ഇല്ലല്ലോ, അപ്പോൾ പിന്നെ ടി ബി ട്രീറ്റ്മെൻറ്റ് മാത്രം ചെയ്താൽ മതിയല്ലോ. ഇത്ര സിമ്പിളാണ്. ഇത്ര സിമ്പിളായിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. പക്ഷേ ഇതിലുള്ള ചില ടേംസുകളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇനി അതുപോലെ തന്നെ തിരിച്ചും ടി ബി സ്ക്രീനിങ് ഫോർ കോവിഡ് പേഷ്യൻസ് എന്നുള്ളതാണ്. അതായത് കോവിഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മുന്നിൽ വരുമ്പോൾ അവരെ സ്ക്രീൻ ചെയ്യുന്നത് ഒരു 4 സിംറ്റം കോംപ്ലക്സ് വെച്ചിട്ടാണ്. അതായത് എല്ലാ കോവിഡ് പോസിറ്റീവ് കേസുകളും നമുക്ക് ടി ബി ചെക്ക് ചെയ്യാൻ പറ്റില്ല. പക്ഷേ കോവിഡ് പോസിറ്റീവ് ആയവരിൽ ഈ ടി ബിയുടെ സിംറ്റംസും കൂടെ ഉണ്ടെങ്കിൽ, അതായത് വെയിറ്റ് ലോസ്, നൈറ്റ് സ്വെറ്റ്, അതുപോലത്തെ സിഗ്നിഫിക്കൻ്റ് വെയിറ്റ് ലോസ് ആണ് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ അങ്ങനത്തെ 4 സിംറ്റം കോംപ്ലക്സുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അവരാണ് നമ്മൾ സ്ക്രീൻ ചെയ്യുന്നത്. എങ്ങനെയാണ് സ്ക്രീൻ ചെയ്യുന്നത്? CXR ചെസ്റ്റ് എക്സ്റേ എടുക്കും. അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ തന്നെ നാറ്റ് എടുക്കും. നാറ്റ് എന്ന് വെച്ചാൽ ന്യൂക്ലിക് ആസിഡ് ആംപ്ലിഫിക്കേഷൻ ടെസ്റ്റ്. അത് ട്രൂനാറ്റും ഉണ്ട്, CB നാറ്റും ഉണ്ട്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പൾമണറി കേസ് സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ചെസ്റ്റ് എക്സ്റേ ആണ് എടുക്കുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഈ നാറ്റ് ടെസ്റ്റ് എടുക്കും. എന്നിട്ട് ഇപ്പോൾ പോസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ, അതായത് കോവിഡ് ഉള്ള ഒരാൾക്ക് ടി ബി പോസിറ്റീവ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞതുപോലെ 2 ട്രീറ്റ്മെൻറ്റും ഒരേ സമയം മുന്നോട്ട് കൊണ്ടുപോകും. നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ കോവിഡ് ട്രീറ്റ്മെൻറ്റ് മാത്രം മുന്നോട്ട് കൊണ്ടുപോകും. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ സിമ്പിളായിട്ട് ഉള്ള ഒരു കോമൺ സെൻസ് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കേസുകളേ ഉള്ളൂ. അപ്പോൾ ഈ പോർഷൻ ഇപ്പോൾ ഒരു പാർട്ട് ഇപ്പോൾ തീർന്നു. അടുത്ത പാർട്ട് ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വരും. ഓക്കെ, താങ്ക് യു. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു വെച്ചേക്കണം. ഇതിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ ബൈ ഡയറക്ഷണൽ സ്ക്രീനിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കണം.